വിശ്വസ്തയുടെ 30 വർഷത്തെ പാരമ്പര്യവുമായി അക്വില ഫിനാൻസ്. സാമ്പത്തിക കാര്യങ്ങളോർത്തിനി ടെൻഷനേ വേണ്ട. ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അക്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം. ഫോക്ലാൻഡ് ടവർ നിയർ അയ്യന്തൂർ ഗ്രൗണ്ട്, തൃശൂർ. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദി ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ് സിൻസ് 1995. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനുമെതിരെ ഒറ്റപ്പാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ ഒറ്റപ്പാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 7-ാം തീയതി കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരളത്തിലെ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പല നയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, പല തീരുമാനങ്ങളും ജനവിരുദ്ധമായതുകൊണ്ടാണ് കേരളത്തിലെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാന വ്യാപകമായി മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിലും ഇതുപോലുള്ള പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഈ ബജറ്റിൽ ഭൂനികുതി ഒറ്റ കാര്യം 50% വർധന. കേരളത്തിൽ പാപ്പരായൊരു ഗവൺമെൻറ് അതിൻ്റെ അവസാന നാളുകളിൽ ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിക്കുന്നതിനുള്ള ഇത്തരം നയങ്ങളും പരിപാടികളും അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ലജ്ജയും ഇല്ലാതെയാണ് പിണറായിയുടെ 2ാം സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ അടുത്ത കാലത്താണ്, ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഭൂനികുതി ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ആ വർധനവിനെതിരെ പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ സംസ്ഥാന വ്യാപകമായി നടന്നപ്പോഴും വളരെ ധിക്കാരപരമായ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, നേതാക്കളായ NK കൃഷ്ണൻകുട്ടി, KK ഉണ്ണികൃഷ്ണൻ, V ഷാജി, ബാലസുബ്രഹ്മണ്യൻ, N വിജയകുമാർ, KP മുരളീധരൻ, N ഉസൈനാർ, PK സാമുവൽ, KP പാർവതി, MJ എബ്രഹാം, TP സജീവ്, K അശോക് കുമാർ, V കൃഷ്ണദാസ്, V ഹരിദാസ്, CP ഇബ്രാഹിം, ബിന്ദു കൽപ്പാത്തി, P ഇന്ദിര, P അനീസ് മുഹമ്മദ്, M അബൂബക്കർ, KG ജിതേഷ്, A മൂസ തുടങ്ങിയവർ സംസാരിച്ചു.